Welcome to MrUnbox and Travel. This is Vivo V30 5G. Vivo latest smartphone. Camera important smartphone. Company this video camera important. Camera performance എല്ലാം തികഞ്ഞ സ്മാർട്ട്ഫോൺ ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും നെഗറ്റീവോ കാര്യങ്ങളോ ഈ ഒരു സ്മാർട്ട്ഫോൺ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ പറയുന്നതാണ്. ഏതെങ്കിലും ആളുകൾക്ക് ഈ ഒരു സ്മാർട്ട്ഫോൺ ചൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട്ഫോണിനെ കുറിച്ച് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ എന്നും പറയാറുള്ള പോലെ ഞാൻ ഇന്ന് പറയുന്നില്ല, കാരണം എനിക്കറിയാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും പരിഗണിക്കുമെന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഈ ഒരു സ്മാർട്ട്ഫോണിൻ്റെ റിവ്യൂയിലേക്ക് കടക്കാം. ബോക്സിനകത്ത് സ്മാർട്ട്ഫോൺ കൂടാതെ ഒരു ട്രാൻസ്പെറൻറ്റ് TPU കേസ് വരുന്നുണ്ട്. വിവോയുടെ 80 വാട്ടിൻ്റെ ഫ്ലാഷ് ചാർജ് അഡാപ്റ്ററാണ് വരുന്നത്. പിന്നീട് ടൈപ്പ് A to ടൈപ്പ് C ചാർജിങ് കേബിളും. 4 കളേഴ്സിലാണ് ഗ്ലോബലി ഈ ഒരു സ്മാർട്ട്ഫോൺ അവൈലബിൾ ആവുന്നെങ്കിലും ഈ ഒരു 2 കളേഴ്സിലാണ് ഖത്തറിൽ അവൈലബിൾ ആവുന്നത്, ബ്ലാക്കും ഗ്രീനും. ഇത് കൂടാതെ വൈറ്റ്, അക്വ. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പിറകിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്ലാസ് മെറ്റീരിയലാണ് വരുന്നത്, മാറ്റ് ഫിനിഷ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഗ്രീൻ കളറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കളർ ചേഞ്ചിങ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വെയിലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഗ്രീൻ കളറിൽ നിന്നും കുറച്ചും കൂടി ഡാർക്ക് ഗ്രീനിലേക്ക് മാറുന്നതാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറിലേക്ക് മാറുന്നതാണ്. അതുപോലെ തന്നെ അത്യാവശ്യം വലിയ രീതിയിലുള്ള ഒരു ഓറ ലൈറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫ്ലാഷ് ലൈറ്റും അത്യാവശ്യം വലുത് തന്നെയാണ്. ഒരു ബോക്സി ഡിസൈൻ ആയിട്ടുള്ള ക്യാമറ മൊഡ്യൂളാണ് കൊടുത്തിരിക്കുന്നത്, അല്പം ബൾജായിട്ട് നിൽക്കുന്ന രീതിയിൽ. അതുപോലെ തന്നെ കേർവ്ഡ് ഡിസൈനാണ് പിറകു വശത്തും അതുപോലെ ഡിസ്പ്ലേയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 7.45 mm ആണ് ഇതിൻ്റെ ബോഡി തിക്നെസ്. അത്യാവശ്യം സ്ലിം ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. 186 ഗ്രാമാണ് ഇതിൻ്റെ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ്. എനിവേ റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും അതുപോലെ തന്നെ വോളിയം റോക്കേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുകൾ വശത്തായിട്ട് നമുക്കൊരു നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. താഴ്വശത്താണ് സിം ട്രേ യൂസ് ചെയ്തിരിക്കുന്നത്. 2 നാനോ സിം കാർഡ് മാത്രമാണ് യൂസ് ചെയ്യാൻ സാധിക്കുക. നമുക്കിതിൽ മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഇന്റേണൽ മൈക്ക്, ടൈപ്പ് C ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രിൽ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ബോഡി ഫ്രെയിം യൂസ് ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എനിക്ക് കാണാൻ സാധിച്ചത്. ഡിസ്പ്ലേയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 6.78 ഇഞ്ചിൻ്റെ കേർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. 1.5K റെസൊല്യൂഷനോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 453 പിക്സൽ പെർ ഇഞ്ചാണ് ഇതിൻ്റെ ഡെൻസിറ്റി. വളരെ ഷാർപ്പായിട്ടുള്ള ഡിസ്പ്ലേ ആയിട്ട് തന്നെയാണ് അതുകൊണ്ട് ഫീൽ ചെയ്യുന്നത്. സ്കോട്ടിൻ്റെതാണ് ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. 1200 nits ആണ് ഇതിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡ് ലെവൽ വരുന്നെങ്കിൽ 2800 nits ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ. അതുകൊണ്ട് തന്നെ ഏത് സിറ്റുവേഷനിൽ നമ്മൾ വെളിയിൽ പോയാലും ഈസി ആയിട്ട് നമുക്ക് ഇതിലെ കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 300 Hz ആണ് ഇതിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ HDR10+ ഇതിൽ സപ്പോർട്ടാണ്. 2160 Hz PWM ഡിമ്മിങ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നൈറ്റ് സിറ്റുവേഷനിലൊക്കെ നമ്മൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള സ്ട്രെയിനോ കാര്യങ്ങളോ നമ്മുടെ കണ്ണിനെ എഫക്ട് ചെയ്യുന്നതുമല്ല. അപ്പോൾ ഓവറോൾ ഈ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി വൈസ് പറയുകയാണെങ്കിൽ കേർവ്ഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫുൾ വ്യൂ എക്സ്പീരിയൻസ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. Qualcomm Snapdragon 7 Gen 3 എന്ന് പറയുന്ന 5G ചിപ്സെറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 4 നാനോമീറ്റർ ടെക്നോളജിയാണ്. ഒക്ടാ കോറിൽ 2.63 GHz ആണ് ക്ലോക്ക് സ്പീഡ്. Adreno 720 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് GPU. എനിവേ പെർഫോമൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ അന്തുത്തു സ്കോർ ഏകദേശം 8 ലക്ഷത്തിനടുത്താണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ചില സമയത്ത് നമുക്കത് 8 ലക്ഷത്തിന് മുകളിലായിട്ട് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്രയും ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും എനിക്ക് ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. വളരെ ഫാസ്റ്റായിട്ടും സ്മൂത്തായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ എനിക്ക് യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് തന്നെ നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഹെവി ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹീറ്റിംഗ് ഇഷ്യൂ എന്നുള്ള രീതിയിൽ യാതൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. IP54 റേറ്റഡോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ കൂടിയാണിത്. എനിവേ 2 മെമ്മറി വേരിയൻസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഖത്തറിൽ അവൈലബിൾ ആകുന്നത്. 12GB റാമിൽ 256GB അതുപോലെ തന്നെ 12GB റാമിൽ 512GB. മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. LPDDR4X ആണ് റാം ടൈപ്പ് വരുന്നത്. UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് 2.2 ആണ്. ഇതുകൂടാതെ ചില രാജ്യങ്ങളിൽ 8GB 128ഉം 8GB 256GB മെമ്മറി വേരിയന്റ് കൂടി അവൈലബിൾ ആണ്. എനിവേ കണക്ടിവിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. ഡ്യുവൽ 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. 15ഓളം 5G ബാൻഡാണ് ഇതിൽ സപ്പോർട്ടായിട്ടുള്ളത്. ഡ്യുവൽ ബാൻഡ് വൈഫൈ ഇതിൽ സപ്പോർട്ടാണ്. ബ്ലൂടൂത്തിൻ്റെ 5.4 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. NFC ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. ആൻഡ്രോയിഡ് 14ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ഫൺ ടച്ച് ചോയ്സ് വരുന്നത് 14 തന്നെയാണ്. 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ് കമ്പനി പറയുന്നത്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു യൂസർ ഇൻ്റർഫേസ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. വളരെ കുറച്ച് ബ്ലോട്ടേഴ്സ് നമുക്ക് അവിടെ ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നമുക്കത് വേണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാൻ കൂടി സാധിക്കുന്നതാണ്. അതുപോലെ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് പറയുന്നത് അപ് ടു 12GB വരെ നമുക്കിതിൽ റാം എക്സ്പാൻഷൻ യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു 10-20 ആപ്ലിക്കേഷനൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചാൽ തന്നെ നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്ത ആപ്ലിക്കേഷൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റീ ഓപ്പൺ ചെയ്യാൻ കൂടി സാധിക്കുന്നതാണ്. ഓവറോൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ
ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ അത്യാവശ്യം മികച്ച രീതിയിലുള്ള ഒരു ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇതിൽ കാണാൻ സാധിച്ചത്. 5000 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ചാർജറാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അപ്പോൾ ലഭിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് 0 to 100 ചാർജ് ചെയ്യാൻ ഏകദേശം 50 മിനിറ്റ് ആണ് എടുക്കുന്നത്. ഇപ്പോൾ ഇത്രയും ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ദിവസത്തിന് മുകളിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതല്ല നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ തന്നെ നമുക്ക് മോർണിംഗ് ടു നൈറ്റ് എന്നുള്ള രീതിയിലും ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എനിവേ ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടിയാണ് ഞാൻ ഇതിൽ കളിച്ചിട്ടുള്ളത്. ഏകദേശം 45 മിനിറ്റിന് മുകളിൽ ഞാൻ ഇതിൽ കളിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് ആസ്വദിക്കാൻ സാധിച്ചിട്ടുള്ളത്. പറയത്തക്ക രീതിയിലുള്ള ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്യാതെ അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് സ്മൂത്തായിട്ട് തന്നെ ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗ്രാഫിക്സ് പെർഫോമൻസും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരു വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഉൾപ്പെടുത്തിയതുകൊണ്ട് തന്നെ നമുക്കൊരു ഹീറ്റിംഗ് ഇഷ്യൂ എന്നുള്ള രീതിയിൽ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇത്രയും നേരം യൂസ് ചെയ്ത സമയത്ത് നമുക്കൊരു വാം എന്നുള്ള രീതിയിലും വലിയ രീതിയിൽ എനിക്ക് ആ ഒരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒരിക്കലും ഒരു പ്രോ ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കൂടി നമുക്ക് നിരാശപ്പെടുത്താത്ത ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിക്കും. സിംഗിൾ സ്പീക്കറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സിംഗിൾ സ്പീക്കർ ആയതുകൊണ്ട് തന്നെ വലിയ ലൗഡി അല്ല, പക്ഷേ അത്യാവശ്യം ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഒരു ഡീസൻറ്റ് ഔട്ട്പുട്ട് എന്ന് പറയാൻ സാധിക്കും. പക്ഷേ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉൾപ്പെടുത്താത്തത് ഒരു പോരായ്മയായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. ഒപ്റ്റിക്കലാണ് സെൻസർ. വളരെ ഫാസ്റ്റ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഫേസ് ലോക്കിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് കൊണ്ട് തന്നെ വളരെ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. 2 ക്യാമറയാണ് പിറകിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 50 മെഗാ പിക്സലിന് മെയിൻ ലെൻസ് വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടിയിട്ടുള്ളത്. f1.9 ആണ് അപ്പാച്ചർ വരുന്നത്. അതുപോലെ തന്നെ 50 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസ് f2.0 ആണ് അപ്പാച്ചർ വരുന്നത്. ഇനി റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് നൈറ്റ് ഫോട്ടോഗ്രാഫിയാണ്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഗംഭീരം എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. സ്പെഷ്യലി മറ്റ് സ്മാർട്ട് ഫോണുകളൊക്കെ നൈറ്റ് ഫോട്ടോഗ്രാഫി എടുക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു ഇത്തിരി വൈറ്റിഷ് ആയിട്ടുള്ള ഫോട്ടോസ് ചില സമയത്ത് നമുക്ക് കാണാറെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ എടുത്തിരിക്കുന്ന മിക്ക ഫോട്ടോസും ഒരു നാച്ചുറൽ കളർ എന്നുള്ള രീതിയിൽ തന്നെ അത് തന്നെ നല്ല ഷാർപ്പായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ ലഭിക്കുന്നുണ്ട്. അത് ഡാർക്ക് സിറ്റുവേഷനിലാണെങ്കിലും ഒരു ഇത്തിരി ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിലും ഗംഭീരമായിട്ടുള്ള ഫോട്ടോസാണ് നൈറ്റിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡാർക്ക് സിറ്റുവേഷനിൽ നമ്മൾ വിത്ത് ഫ്ലാഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ സൂപ്പർബായിട്ടുള്ള ഫോട്ടോസ് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഓവറോൾ നൈറ്റ് പെർഫോമൻസിൽ വേറെ ലെവൽ എന്നുള്ള രീതിയിൽ തന്നെ പറയാൻ സാധിക്കുന്നതാണ്. എനിവേ ഡയലൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഒട്ടുമിക്ക ഫോട്ടോസ് നമുക്കൊരു നാച്ചുറൽ എന്നുള്ള കളേഴ്സിലാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. അത് തന്നെ നമുക്ക് അത്യാവശ്യം ഷാർപ്പായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ ലഭിക്കുന്നുണ്ട്. HDR പെർഫോമൻസ് നല്ലതാണ്. ഈവൻ പോർട്രേറ്റ് ഫോട്ടോസും അത്യാവശ്യം നല്ലതാണ്. എഡ്ജ് ഡിറ്റക്ഷനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാക്രോ പെർഫോമൻസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അൾട്രാ വൈഡ് ലെൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും അത്യാവശ്യം ഷാർപ്പായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ് തന്നെയാണ് ലഭിക്കുന്നത്. പറഞ്ഞ പോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള കളർ ഔട്ട്പുട്ടാണ് മിക്ക സമയത്തും ലഭിച്ചിട്ടുള്ളത്. എനിവേ സെൽഫി ക്യാമറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 50 മെഗാ പിക്സലിനാണ് സെൽഫി ക്യാമറ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കുതിരമണ്ഡപം പാവ പറഞ്ഞ പോലെ ആ ഒരു ബ്രൂട്ടി മോഡ് ഡിസേബിൾ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോണിലെ സെൽഫി ക്യാമറയിൽ സാമ്പിൾസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഫോട്ടോസും നാച്ചുറൽ എന്നുള്ള കളേഴ്സിലാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഡയലൈറ്റ് പെർഫോമൻസ് സൂപ്പർവായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ഫോട്ടോസാണ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എഡ്ജ് ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന തരത്തിലുള്ള ഫോട്ടോസാണ് ലഭിച്ചിട്ടുള്ളത്. HDR പെർഫോമൻസും നല്ലത് തന്നെയാണ്. ഇവൻ നൈറ്റ് കണ്ടീഷനിലാണെങ്കിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫി നമുക്ക് സെൽഫിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ക്യാമറ പെർഫോമൻസ് വൈസ് പറയുകയാണെങ്കിൽ ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ തന്നെ നിസ്സംശയം പറയാൻ പറ്റുന്ന സ്മാർട്ട് ഫോണാണ് Vivo V30. റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജ് ആണിത്. 4K 30 ഫ്രെയിംസ് സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. EIS സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സൂപ്പർ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്. നാച്ചുറൽ കളറാണ് കാണുന്നത്. അതുപോലെ തന്നെ HDR പെർഫോമൻസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ അത്യാവശ്യം മികച്ച രീതിയിലുള്ള ഒരു വീഡിയോ ക്വാളിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്തത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണിത്. 4K 30 ഫ്രെയിംസ് സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. സ്റ്റെബിലിറ്റി ഒരല്പം കുറവാണ് 4K. അതെല്ലാം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി വേണമെങ്കിൽ ഫുൾ HD ഷൂട്ട് ചെയ്താൽ മതി. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കളേഴ്സൊക്കെ ഒരു ഇത്തിരി നാച്ചുറൽ ആയിട്ടുള്ള ഫീലാണ് ലഭിക്കുന്നത്. അതുപോലെ HDR പെർഫോമൻസും അത്യാവശ്യം നല്ല രീതിയിൽ കാണുന്നുണ്ട്. ഓവറോൾ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് ഒഫീഷ്യലായിട്ട് 12GB + 256GB 1699 ഖത്തറിയാൽ ഏകദേശം ഇന്ത്യയുടെ 38,500 റുപ്പീസും. അതുപോലെ തന്നെ 12GB + 512GB ആണെങ്കിൽ 1819 ഖത്തറിയാൽ ഏകദേശം ഇന്ത്യയുടെ 42,500 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ഖത്തറിൽ നിന്നാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നത് അല്ലെങ്കിൽ
മറ്റേതെങ്കിലും GCCയിൽ നിന്നാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഒഫീഷ്യലി ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലും ഈ ഒരു സ്മാർട്ട് ഫോൺ വാറണ്ടി ലഭിക്കും. അതുപോലെ തന്നെ ഖത്തറിൽ നിന്നാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നതെങ്കിൽ മറ്റു GCC രാജ്യങ്ങളിലും ഈ ഒരു സ്മാർട്ട് ഫോൺ വാറണ്ടി ലഭിക്കും എന്നത് ഒരു പോസിറ്റീവായിട്ട് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ചില സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സുകളൊന്നും ഇന്ത്യയിലേക്ക് നമുക്ക് ഈ ഒരു ഗൾഫ് രാജ്യത്ത് നിന്ന് വാങ്ങുന്ന സ്മാർട്ട് ഫോണുകൾക്ക് വാറണ്ടി കൊടുക്കാറില്ല എന്നതുകൊണ്ട് തന്നെ അതൊരു പോസിറ്റീവായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിവേ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് ഒട്ടനവധി കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നതാണ്. എസ്പെഷ്യലി ക്യാമറ പെർഫോമൻസ് സൂപ്പർബാണ്, ഡിസ്പ്ലേ സൂപ്പർബാണ്, അതുപോലെ തന്നെ ഡിസൈൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഓവറോൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൻ്റെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് എന്നുള്ള രീതിയിൽ തന്നെ പറയാൻ സാധിക്കും. പക്ഷെ കണ്ണ് കിട്ടാതിരിക്കാനാണോ എന്നറിയില്ല, ഒരു നെഗറ്റീവ് വിവോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഒരു സ്മാർട്ട് ഫോൺ കൊടുത്തിട്ടില്ല എന്ന കാര്യം ഒരു നെഗറ്റീവായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. എനിവേ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൈസ് ബഡ്ജറ്റ് ഈ ഒരു ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രൈസ് ആണെങ്കിൽ, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ക്യാമറ പെർഫോമൻസ് ഉള്ള ഒരു സ്മാർട്ട് ഫോണാണ് തേടുന്നതെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു വിവോ V30 എന്ന് പറയുന്നത്. അപ്പോൾ എന്നും പറയാറുള്ള പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം എന്ന് പരിഗണിക്കുക. അപ്പോൾ എന്താണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം, ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ടെക് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളും കാര്യങ്ങളും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അതുപോലെ ചാനൽ വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. മറ്റൊരു പുതിയ വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ വിട പറയുന്നു. സയ്യിദ് ഇർഷാദ്.